നമസ്കാരം. രാജ്യത്ത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്കും നാശത്തിനുമിടയിലും അവരുടെ ഗുണ്ടകളുടെ ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള ഒരു വാർത്തയാണ് ദേശീയ തലത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ത്രിപുരയിലെ സേഹാബാലി ജില്ലയിൽ നിന്ന് അവിടെയുള്ള ഒരു BJP പ്രവർത്തകനെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്ന വാർത്തയാണ്. അത് ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത്. അദ്ദേഹം ചികിത്സയിലായിരുന്നു. തലക്കും വയറിനുമെല്ലാമാണ് അതിക്രൂരമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയും അതിനെതിരെയുള്ള വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ 72% പഞ്ചായത്തുകളും BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ CPM-ന് വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് മാണിക് സർക്കാർ എന്ന് പറയുന്ന CPM-ന്റെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അതിന് മുന്നത്തെ മുഖ്യമന്ത്രിമാരാണെങ്കിലും നിരവധി വർഷങ്ങളായിട്ട് CPM ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനത്തെ വ്യാപകമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ പേര് അല്ലെങ്കിൽ ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനം കൊണ്ടും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളും അതോടൊപ്പം തന്നെ ജനദ്രോഹപരമായിട്ടുള്ള നിലപാടുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ആശയ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ BJP-ക്കൊപ്പം നിന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടവും BJP അധികാരത്തിൽ വന്നത്. ഈ 2ാം ഘട്ടവും അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ ഘട്ടത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിഭൂരിപക്ഷത്തിൽ തന്നെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ BJP-ക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതും ഇവരെ സംബന്ധിച്ച് വലിയൊരു പരാജയമാണ്. തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള പശ്ചിമ ബംഗാളിലും ഇതുപോലെ തന്നെ CPM-ന്റെ ഭാഗത്ത് നിന്ന് BJP നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് തന്നെയായിരുന്നു ഇതുപോലെയുള്ള സംഘർഷങ്ങൾ. ഒരു സമയത്ത് മമതാ ബാനർജി അധികാരത്തിൽ വരുന്നതിന് മുന്നേ നിരവധി BJP പ്രവർത്തകരെയും RSS പ്രവർത്തകരെയും CPM അധികാരത്തിലിരിക്കുന്ന സമയത്ത് പശ്ചിമ ബംഗാളിൽ ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1969 കാലഘട്ടങ്ങൾ മുതൽക്ക് തന്നെ കണ്ണൂരിലെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു RSS-ന്റെ സജീവ പ്രവർത്തകനെ കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ ഒരു കൊലപാതക രാഷ്ട്രീയത്തിന് ഇവിടെ തിരികൊളുത്തുന്നത്. അത് ഈ വളരെയധികം നാളുകൾ അതിങ്ങനെ തുടർച്ചയായി പോന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, ഈ പ്രസ്ഥാനത്തിന് മാത്രം എന്താണ് ഇതുപോലെയുള്ള കൊലയാളികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളോട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ഏതെല്ലാം തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരാളികളെ കൊലപ്പെടുത്തുക എന്നുള്ള നയമുണ്ടെങ്കിൽ രാജ്യവ്യാപകമായിട്ട് CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടേണ്ടതാണ്. കേരളത്തിലോ ബംഗാളിലോ ത്രിപുരയിലോ മാത്രമല്ല CPM-ന് പ്രവർത്തകർ, അവർക്ക് കുറച്ചാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഇവർക്കുമുണ്ട്. ഇത് വലിയ കുറവാണെങ്കിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും അടക്കമുള്ള BJP-ക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലടക്കം ചെറുതായിട്ടും അല്ലെങ്കിൽ ചില ജില്ലയിലെങ്കിലും ഒതുങ്ങിയിട്ട് ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ അവരെയൊക്കെ ഇതുപോലെ ഉന്മൂലനം ചെയ്യാനായിട്ട് BJP-യും RSS-ഉം സംഘടനാപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിലപാടുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം തന്നെയില്ല. ഉള്ളത് എന്താണ്? ഉള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അവിടെ വരുന്നത് ഇടതുപക്ഷത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ BJP-യുടെ കടന്നുകയ്യേറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ വളർച്ച ഉണ്ടാകുമ്പോൾ ആ വളർച്ചയെ മാനസികമായിട്ട് ഉൾക്കൊള്ളാനോ അത് പ്രവർത്തിച്ചിനി തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഘട്ടം വരുന്ന സമയത്ത് അതിനെ ആയുധപരമായിട്ട് കായികപരമായിട്ട് നേരിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നയമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നും BJP ഇതേ സമാനമായിട്ടുള്ള വിഷയങ്ങളാണ് നേരിടുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP-യുടെ 10,000-ഓളം സീറ്റുകളാണ് നേടിയത്, വാർഡുകളാണ് നേടിയത്. അപ്പോൾ ഈ വാർഡുകൾ നേടിയ സമയത്ത് അതിനോടനുബന്ധിച്ചും അതിന് മുന്നോടിയായിട്ട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം വ്യാപകമായിട്ടുള്ള സംഘർഷമായിരുന്നു. ഒരു BJP സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യമില്ലാതെ, അല്ലെങ്കിൽ വീടുകളിൽ പോയി വോട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ, പ്രചരണത്തിന് പോലും ഒരു തരത്തിലും പ്രചരണ രംഗത്ത് നിൽക്കാൻ BJP പ്രവർത്തകരെ അനുവദിക്കാത്ത തരത്തിലേക്കുള്ള സംഘർഷങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കി കൊലപാതക രാഷ്ട്രീയങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതിന്റെയൊക്കെ ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ളൂ. BJP-യും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളും വളരാൻ പാടില്ല. വളർന്നു കഴിഞ്ഞാൽ അവരുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു ഗുജറാത്തോ ഉത്തർപ്രദേശോ പോലെയുള്ള സംസ്ഥാനങ്ങളെ പോലെ അടക്കി ഭരിക്കും, അല്ലെങ്കിൽ എന്നും അവരുടെ കൈവശമാകുമോ എന്നുള്ള ഒരു ഭയപ്പാട് തന്നെയാണ് ഇതുപോലെയുള്ള കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം മുഴുവൻ വ്യാപകമായിട്ട് ഒരു യുവ ഡോക്ടറുടെ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായി ആ ഡോക്ടർ മരിച്ച വിഷയത്തിൽ പോലും വ്യാപകമായ പ്രതിഷേധം നടക്കുന്നതിനിടയിലും പശ്ചിമ ബംഗാൾ
ബംഗാളിലെ ഒരു സ്ത്രീ ആയിട്ടുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നിലപാടുകളൊക്കെ എന്താണ്, അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും അനുഭാവികളുമാണ് ഈ ഒരു കൊലപാതകം, ഈ ഒരു ക്രൂരമായിട്ടുള്ള പീഡനം നടത്തിയതെന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. നിരവധി ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവ ഡോക്ടറെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. എന്ത് നടപടിയാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്? അപ്പോൾ സുപ്രീം കോടതി വരെ സ്വമേധയാ ഈ ഒരു വിഷയത്തിൽ കേസ് എടുക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമെല്ലാം നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള CPM ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു ബംഗാൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ ഇവിടെ എന്തോ ഒരു പ്രതിപക്ഷ സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ തങ്ങളുടെ സഖ്യകക്ഷികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇതുപോലെ രാജ്യത്തിന് ഒരിക്കലും അനുയോജിക്കാൻ പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ മാനുഷിക പരിഗണന പോലും നൽകാതെ സ്വന്തം രാഷ്ട്രീയ എതിരാളികളെ അടക്കം ഇങ്ങനെ കൊലപ്പെടുത്തുന്ന സമയത്തുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒക്കെ മനോഭാവമാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് തള്ളിക്കളയുന്നത്. അതിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പദവി അകലെ തന്നെ നിൽക്കുന്നത്. 100 സീറ്റുകൾ പോലും കഴിഞ്ഞ 10 വർഷം BJP ഇവിടെ ഭരിച്ചിട്ടും അവർക്ക് ഭരണപക്ഷത്തിന്റെ എതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 100 സീറ്റുകൾ പോലും കോൺഗ്രസിന് ഇത്രയും വലിയൊരു മഹാസഖ്യം രാജ്യത്തെ പ്രധാനപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കൂട്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് പോലും ഇത് ലഭിക്കാത്തതിന്റെ കാരണം ഇവരുടെ എല്ലാം ഇതുപോലുള്ള നിലപാടാണ്. അപ്പൊ ത്രിപുര പോലെയുള്ള സംസ്ഥാനത്ത് BJP പ്രവർത്തകൻ അവിടെ അധികാരത്തിൽ അല്ലെങ്കിൽ BJP ഇരിക്കുന്ന സമയത്ത് പോലും അവിടുത്തെ BJP പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ CPM അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് എത്രത്തോളം വലിയ തരത്തിലുള്ള ആക്രമണങ്ങളായിരിക്കും അവിടെ ഈ CPM-ന്റെ പാർട്ടി ഗുണ്ടകളുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ത്രിപുരയിൽ അവിടെ സാധാരണക്കാരായിട്ടുള്ള BJP പ്രവർത്തകർ നേരിടേണ്ടി വന്നതെന്നുള്ള ഒരു സംഭവത്തെ പറ്റി നമ്മൾ പരിശോധിച്ചാൽ അത് ഭയാനകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും. ഇത് തന്നെയാണ് കേരളത്തിലും വർഷങ്ങളായിട്ട് BJP-യുടെ നേതൃത്വം ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഗ്രാമാന്തരങ്ങളിൽ മുഴുവനും RSS-ന്റെ ശാഖ നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും യുവമോർച്ചയുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്താണെങ്കിലും ഓരോ മണ്ഡലം കമ്മിറ്റി ഓഫീസുകൾ അടക്കം അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസുകൾ അടക്കം സംസ്ഥാന കാര്യാലയം അങ്ങനെ നിരവധി ഓഫീസുകൾ അടക്കം ആക്രമിക്കപ്പെട്ടിട്ടുള്ള ചരിത്രമുണ്ട്. സംസ്ഥാന കാര്യകർത്താക്കളായിട്ടുള്ള നിരവധി നേതാക്കന്മാരെ കൊലപ്പെടുത്തിയ ചരിത്രമുണ്ട്. അതും അധ്യാപകനായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററെ പോലും പിഞ്ചു കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടുകൊണ്ട് കൊലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുമായിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും ഒരേ ഒരു വിഷയത്തിൽ മാത്രമാണ്. രാജ്യത്തിന്റെ ഉള്ളിൽ ദേശീയതയ്ക്ക് പ്രധാനപ്പെട്ട മൂല്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നയമാണ് ഇപ്പോൾ BJP-ക്കെതിരെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ത്രിപുരയിലെ അവരുടെ അസൂയാത്മകമായിട്ടുള്ള രീതിയിലുള്ള നിലപാടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. 1% പോലും ഒരു മണ്ഡരിയിൽ പോലും ഈ ചുവന്ന സംവിധാനം ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് ഒരു തരത്തിലും ത്രിപുരയിൽ സാധിക്കുന്നില്ല. തങ്ങൾക്കൊരു തിരിച്ചുവരവ് അവിടെ ഉണ്ടാകില്ല എന്നുള്ള മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് എങ്ങനെയെങ്കിലും എല്ലാം ഒരു സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളും ആഭ്യന്തരമായിട്ട് പോലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇടതുപക്ഷ പാർട്ടികൾ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല.